ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം രാവിലെ 7 മണിയായി. ഞാൻ എണീറ്റു, കുളിച്ചു, പള്ളിയിലൊക്കെ ഒന്ന് പോയി. ഒരു വ്യത്യസ്ത തരം പക്ഷീനെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. മീൻസ് പെട്ടെന്ന് അവിടെ പക്ഷി ഉള്ളത് അറിയണില്ല. ഓക്കെ, സീൻ പക്ഷിട്ടാ, നല്ല രസമുണ്ടായിന് കാണാൻ. നോക്കട്ടെ ഏട്ടാ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യണ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ഓറഞ്ചൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് തിന്നാൻ. ഓക്കെ, ഇപ്പോൾ മൊത്തം എലക്ഷനോട് അടുക്കുന്ന സാഹചര്യത്തിൽ മൊത്തം കേരള എലക്ഷൻ്റെ വാർത്തകളാണ് ഉള്ളത്. പത്രവായന കഴിഞ്ഞു. ഇന്ന് 27-ാം തീയതി മാത്സ് എക്സാമാണ്. അപ്പോൾ ഇനി മേലേക്ക് പോയോക്കട്ടെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റഡി ടേബിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്സ് എക്സാമിന് അത്യാവശ്യം ടെൻഷനുണ്ട് നല്ലോണം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെ കാണുമ്പോൾ ചെയ്യാൻ കിട്ടുമോ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി കൂടുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. പിന്നെ ചില ചാപ്റ്ററൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിൽ മെയിനായിട്ടൊരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് 6 മാർക്കിന് പഠിച്ചാൽ എന്തായാലും വരുമെന്ന് അറിയാം. പക്ഷേ ഞാനത് മീൻസ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ ഒരു ഇക്വേഷന് എതിരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി പഠിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കുമോയെന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ആലോചനയിൽ എനിക്ക് ഈ ഒരു 15 മിനിറ്റിൻ്റെ CM അക്കാഡമിയുടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ആ വീഡിയോ കണ്ടു തീർത്തു. അത്യാവശ്യം നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിനെ അങ്ങനെ തീരെ പഠിക്കാത്തതിന് എനിക്ക് അത്യാവശ്യം 15 മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ വളരെ ചെറിയൊരു സമയത്തിൽ തന്നെ പെട്ടെന്നൊക്കെ മനസ്സിലാക്കി തന്നു. പക്ഷേ എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക എന്നറിയില്ല. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇനി ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷനൊക്കെ ഒന്ന് പഠിക്കണം. അതിപ്പോൾ എന്തായാലും ഇപ്പോഴൊന്ന് നോക്കണം. പിന്നെ അതേപോലെ പരീക്ഷകളുടെ കയറുന്നതിന് മുമ്പ് നോക്കണം, അല്ലെങ്കിൽ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ സ്റ്റഡി പ്ലാനിലൊക്കെ പറയുന്ന ആ ഒരു ലിസ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ വിട്ടിട്ടൊക്കെ പെർഫെക്റ്റ് ആയതല്ല, അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞതൊക്കെയാണ് വിട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ ഒന്നുകൂടി ഒന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 12:15. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ ഒന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തോന്നുമല്ലോ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒന്നും ഓർമ്മയില്ലാത്ത പോലത്തെ ആ ഒരു ഫീലുണ്ട്. പക്ഷേ അത് എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേനും ശരിയാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ 12:15. അപ്പോൾ ഞാൻ ഇനി റെഡിയാകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നവീൻ വന്നിട്ടുണ്ട്. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ സ്കൂട്ടറിൽ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളിലേക്ക് പോണ വഴി മലക്കുളത്തിൻ്റെ കോട്ടയക്കുളത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ നിയാസ്. അപ്പോൾ നമ്മുടെ നവീൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളി കഴിഞ്ഞു. ഇനി എന്താണ് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ എക്സാമിൻ്റെ തന്നെ ഒരു PDF കിട്ടിയിട്ടുണ്ട്. ഒരു പെട്ടെന്ന് നടക്കാത്ത സ്വപ്നം ഇവിടെ ഇരുന്ന് റിവൈസിങ് ഞാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:45. 2 മണിക്കാണ് നമുക്ക് എക്സാം ഹാളിലേക്ക് കയറേണ്ടത്. ഓക്കെ, അനന്തർക്കുളം. ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണൊന്നും അലോഡല്ല. അപ്പോൾ നമ്മൾ ഇനി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പ്രോബബ്ലി കാണുക. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് കാണാം. അവർ സ്കൂൾ കോമ്പൗണ്ട് ഗേറ്റ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് +1 ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഓക്കെ, പിന്നെ നമ്മുടെ മാത്സിൻ്റെ റിവ്യൂ ചോദിച്ചു എല്ലാവരോടും. നമ്മുടെ നിതിൻ കഴിഞ്ഞ വീഡിയോയിൽ വൈറലായ നിതിനാണ്. എങ്ങനെയുണ്ടായിരുന്നു മാത്സ്? ഒക്കെ പോയി ചോദിച്ചില്ല. NCERT പഠിച്ചു. ജബ്ബ ജബ്ബ. സജാദ മാത്സ് റിവ്യൂ പറയടാ. ജോൺസാ നോക്കില്ല കേട്ടി അപ്പുറത്തേക്ക് നോക്ക്. നീ പറ. ഓക്കെ, നവീന്റെ അഭിപ്രായം കേൾക്കാം. ഇംപ്രൂവ്മെന്റ് ഒരു വരവ് കൂടി വരും. ഇംപ്രൂവ്മെന്റ് ഉറപ്പിച്ചു. നമ്മുടെ മാത്സ് എക്സാമിന്റെ റിവ്യൂ സുമയ പറയുന്നു. പേപ്പർ കിട്ടിയപ്പോ അടിപൊളി പേപ്പർ. ഇങ്ങനെ കിട്ടണം പേപ്പർ ആയാല്. കുട്ടികളുടെ ഭാവി ഉണ്ടല്ലോ, ആ പ്രതീക്ഷ ഇങ്ങനെ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ഡേ ഓഫ് +1 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നേരെ തന്നെ ചായ കുടിക്കാൻ പോകാനാണ് പ്ലാന്. അപ്പോൾ ഇവിടെ അടുത്ത് നെരങ്ങാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ചായക്കടയ്ക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യണ്ട